ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പിരമിഡ് എങ്ങനെ ശരിയാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പിരമിഡ് ശരിയാക്കാൻ ആദ്യം പഠിക്കണം. ഞാൻ ഈ യെല്ലോ ആണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിരമിഡിൻ്റെ ഇതാണ് കോർണർ പീസ്. അപ്പോൾ കോർണർ പീസ് 3 ഉണ്ട് ഒരു ഭാഗത്ത്. ഇത് കോർണർ പീസ്, ഇത് കോർണർ പീസ്, ഇത് കോർണർ പീസ്. ഇനി എഡ്ജ് പീസ്, സെൻറ്റർ പീസ് ഉണ്ട്. സെൻറ്റർ പീസ് പറഞ്ഞാൽ ഇതും സെൻറ്റർ പീസാണ്, ഇതും സെൻറ്റർ പീസാണ്, ഇതും സെൻറ്റർ പീസാണ്. ഇനി എഡ്ജ് പീസ്, ഇത് എഡ്ജ് പീസാണ്, ഇത് എഡ്ജ് പീസാണ്, ഇത് എഡ്ജ് പീസാണ്. ഇത്രയും കാര്യം നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പിരമിഡ് ചെയ്യാൻ പഠിക്കാം. അത് ഞാൻ കുറച്ച് ഷഫ്ലിങ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ നല്ലോണം ഷഫ്ലിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ യെല്ലോൻ്റെ സെൻറ്റർ പീസാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇവിടെയും യെല്ലോൻ്റെ സെൻറ്റർ പീസ് കൊണ്ടുവരണം, ഇവിടെ യെല്ലോൻ്റെ സെൻറ്റർ പീസ് കൊണ്ടുവരണം, ഇവിടെ യെല്ലോൻ്റെ സെൻറ്റർ പീസ് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ സെൻറ്റർ പീസ് കൊണ്ടുവരാൻ വേണ്ടി ഇതിനെ ഇങ്ങോട്ട് മേലേക്ക് പൊന്തിച്ച. അപ്പോൾ ഇവിടെ സെൻറ്റർ പീസായി. ഇനി ഇവിടെയും ഒന്ന് മേലേക്ക് പൊന്തിച്ച. അപ്പോൾ നമുക്ക് 3 കൊടുത്തും ഇപ്പോൾ സെൻറ്റർ പീസ് കിട്ടി. സെൻറ്റർ പീസ് കിട്ടിയിട്ട് നമ്മൾ ഈ കോർണർ പീസുകളില്ലേ അത് മഞ്ഞാക്കുക. ഇതേമാതിരി 3 കോർണർ പീസും മഞ്ഞാക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ആ മഞ്ഞനെ അടിക്കാക്കി പിടിച്ചിട്ട് എവിടെയും മഞ്ഞ ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു മഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞൻ്റെ അപ്പുറത്തെ കളറ് പച്ചയാണ്. അപ്പോൾ പച്ചയുമാണ് ഈ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പച്ച, ഇനി ഈ പച്ചനെ ഫേസാക്കി പിടിച്ചുക. നമ്മൾ ഫേസാക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞത് പോലെ ചെയ്യുക. ഇവിടെ മേലേക്ക് ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞത് മേലേക്ക് ഇത് പൊന്തിച്ച എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ടാക്കുക, അടിക്ക് താത്തുക. ഇനി വേറെ എവിടെയും മഞ്ഞുണ്ടോ നോക്കുക. നമുക്ക് ഇവിടെ മഞ്ഞുണ്ട്. അപ്പോൾ ആ മഞ്ഞൻ്റെ ഇത് ഇങ്ങനെ പൊന്തിച്ച ഇത് ഇങ്ങോട്ടാക്കുക, ഇതിനെ താത്തുക. അപ്പം നമുക്ക് ഇവിടെ മഞ്ഞ കിട്ടി. അല്ല, നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് മഞ്ഞ കിട്ടി. മഞ്ഞൻ്റെ ഓപ്പോസിറ്റ് നീലയുമായി ഇവിടെ കണക്ഷനാണ്. ആയിട്ടില്ലെങ്കിൽ കണക്ഷൻ ആക്കുക. നീലനെ ഫേസിങ് ചെയ്യുക. എന്നിട്ട് മേലേക്ക് പൊന്തിച്ച ഇതിനെ ഇങ്ങോട്ടൊക്കെ അടിക്ക് താത്തുക. ഇനി വേറെ എവിടെയെങ്കിലും മഞ്ഞുണ്ടോ നോക്കിയാൽ വേറെ എവിടെയും മഞ്ഞുണ്ടോ? ഇവിടെ ഉണ്ട് മഞ്ഞ. ഇവിടെ ഒരു മഞ്ഞുണ്ട്. മഞ്ഞൻ്റെ ഓപ്പോസിറ്റ് ചുവപ്പുമായി കണക്ഷനാണ്. ഇനി ഇവിടുന്ന് മേലേക്ക് നമുക്കിനി എന്താ കാട്ടണം എന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ ഫേസാക്കി പിടിച്ചിട്ട് മേലേക്ക് പൊന്തിച്ച ഇതിനെ ഇങ്ങോട്ടാക്കുക, അടിക്ക് താത്തുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയി കിട്ടും. മഞ്ഞ ഫുള്ളായി. ഇനി നമുക്ക് ഇവിടെ നീലുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ ഒരു പച്ചനെ കിട്ടിയാണ്. പച്ചനെ നമുക്ക് ഇങ്ങോട്ട് ഫേസ് ചെയ്യാം. ഇനി മേലെ നമുക്ക് പച്ച കളറാക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ പണി. അപ്പോൾ എല്ലാവരും പഠിച്ച